ഹലോ, ഒരു സർക്കുലർ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലേക്ക് കൂടി കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന സർക്കുലർ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വൃത്തിക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒന്നെങ്കിൽ കോയിലിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ കോയിലിൽ നിന്ന് പുറത്തേക്ക്. ഓർമ്മയില്ലേടാ കുഞ്ഞുമക്കളെ? എന്നിട്ടോ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള വഴികൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്താലോ? ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ പഴയ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടല്ലോ, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയൊരു പ്രോബ്ലം ഉണ്ട്, അതും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കാം. വാ, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. എന്താണ് തന്നിട്ടുള്ളത്? Keep a current carrying circular conductor vertically in the south-north direction as shown in the figure. ആ ഫിഗറിൽ കാണുന്നത് പോലെ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ സർക്കുലർ ആയിട്ടുള്ളൊരു കണ്ടക്ടറിനെ നമ്മളിത് ഇങ്ങനെ വെർട്ടിക്കലി പ്ലേസ് ചെയ്ത് ഇങ്ങനെ മാഷ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ ഇത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സൗത്ത്, ഇതാണ് നോർത്ത്. സൗത്ത് നോർത്ത് ഡയറക്ഷനിലായിട്ട് ഇതാണ് സൗത്ത്, ഇതാണ് നോർത്ത്. സൗത്ത് നോർത്ത് ഡയറക്ഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. എ ബി ക്വസ്റ്റ്യൻ നിന്ന് അറിയാവോ? എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഒഴുകുന്നു, അതേപോലെ ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് ഒഴുകുന്നു. ഈ രണ്ട് കേസുകളിൽ ഈ കോയിലിന് ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അത് കോയിലിൻ്റെ ഉള്ളിലോട്ടാണോ കോയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണോ? ഇത് നമ്മൾക്കറിയണം, ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ അവിടെ ആദ്യം കറണ്ട് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലേക്കായാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നല്ലടാ ക്വസ്റ്റ്യൻ. അതിന് ഞാൻ ആ ചിത്രം ഒന്നുകൂടി വരക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ചിത്രം വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കാർഡ്ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ കണ്ടക്ടറിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, കണ്ടക്ടർ ഓക്കെ. എ ബി ഇതാണ് നമ്മുടെ സൗത്ത് നോർത്ത് ഡയറക്ഷൻ. കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇതാണ് എ, ഇതാണ് ബി. സോ എ ടു ബി കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാകും. എടാ കുഞ്ഞുമക്കളെ, അപ്പോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും അതേ കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ അല്ലെ. ഇവിടത്തെ ഫീൽഡ് ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അതിനിപ്പോ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഈ കോൺസെൻട്രിക് സർക്കിൾസിന്റെ ഡയറക്ഷൻ ഈ സർക്കുലർ കണ്ടക്ടറിന്റെ ഉൾഭാഗത്ത് എങ്ങോട്ടാണ്? അതിന്റെ ഉള്ളിലോട്ടാണോ, ഫ്രം ടുവേർഡ്സ് ഇൻവേർഡ് ആണോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആണോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ആണോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് ഇൻവേർഡ് ആണോ? ഇൻസൈഡ് ദാറ്റ് കണ്ടക്ടർ. നമുക്കതറിയണ്ടേ. എന്താണ് ബുദ്ധിമുട്ട്? എന്താണ്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? മാക്സ്വെല്ലിന്റെ റൂൾ ഉണ്ട്. അപ്പൊ എന്ന പോയിന്റിലോട്ട് വാ. അവിടെ നമ്മൾ കണ്ടക്ടറിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം? അവിടെ കണ്ടക്ടറിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. കാരണം അവിടെ കറണ്ട് ഒഴുകുന്നത് മുകളിലോട്ടാണ്.
അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതാ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ഇത് ഇങ്ങനെയാണ് അല്ലെ? എന്ന പോയിന്റിൽ ഇത് ഇങ്ങനെയാണ്. അതായത് ഔട്ട്സൈഡിൽ നിന്നും ഇൻസൈഡിലോട്ട് ഇങ്ങനെ, ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഓക്കെ, അപ്പൊ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ വരച്ചാൽ ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, അതായത് ടുവേർഡ്സ് ഇൻവേർഡ്, ടുവേർഡ്സ് ഇൻവേർഡ്. ഓക്കെ, ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇൻവേർഡ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ്? എന്താണ് ബുദ്ധിമുട്ട്? ഇവിടെ കറണ്ട് താഴോട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിക്കണം. അങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇതാ ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ഔട്ട്സൈഡ് ടു ഇത് നിങ്ങൾ ചെയ്യണം. മാഷ് ചെയ്യുന്നത് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾ ചിത്രം വരച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, എങ്കിലല്ലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞുമക്കളെ. അപ്പൊ ഇതാ പുറത്ത് നിന്നും ഉള്ളിലോട്ട്, പുറത്ത് നിന്നും ഉള്ളിലോട്ട്, പുറത്ത് നിന്നും ഉള്ളിലോട്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? എന്താണ്? ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ്, ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇൻസൈഡ്, towards inside from outside. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ അറിയാവോ? ഇത് സൗത്ത്, ഇത് നോർത്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാർഡ്ബോർഡിന്റെ നടുവിലെ കൂടിയിട്ട് മാഷ് ഇങ്ങനെ ഒരു ലൈന് വരച്ചാൽ തീർച്ചയായിട്ടും ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് ടു ഇൻസൈഡ്, ഔട്ട്സൈഡ് ടു ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഈസ്റ്റിലാണുള്ളത്, ഇൻസൈഡ് വെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലെ? ഈസ്റ്റ് ടു വെസ്റ്റ് അങ്ങനെ എഴുതിയാലും മതി. ഫീൽഡ് ലൈൻസ് ആർ ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി അവിടെ നിങ്ങളോട് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദി കേസ് ഇഫ് കറന്റ് ഈസ് ഫ്ലോയിങ് ഫ്രം ബി ടു എ അല്ലേ? അപ്പൊ അത് നമുക്ക് ഒന്നുകൂടി ചിത്രം വരച്ചിട്ട് നോക്കാം. എവിടെ നമ്മുടെ കാർഡ്ബോർഡ്? ഇതാ കാർഡ്ബോർഡ്. അതില് നമ്മുടെ ആ കണ്ടക്ടറിനെ ഒന്ന് പ്ലേസ് ചെയ്യേ. വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യണം. ഇതാ നമ്മുടെ കണ്ടക്ടറിനെ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തു. എ ബി. ഓക്കെ, സൗത്ത് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, കറന്റ് ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? അത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. കറന്റിന്റെ ഡയറക്ഷൻ മാറി. എടാ, ഇനി ഇതിന്റെ ആൻസർ പ്രത്യേകിച്ചിട്ട് ചിത്രം വെച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം ഒരു കണ്ടക്ടറിലേക്ക് കൂടി കറന്റ് ഒഴുകുന്നതിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ, കറന്റിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ എന്തായാലും അതിന്റെ ഉത്തരം ഇവിടെ ടുവേർഡ്സ് ഇൻസൈഡ് ആണെങ്കിൽ അവിടെ ടുവേർഡ്സ് ഔട്ട്സൈഡ് ആയിരിക്കും. ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആയിരിക്കും തീർച്ചയായിട്ടും. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ട് ഉത്തരം തന്നെ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ കിട്ടുന്നു എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രം. അപ്പൊ ആ ഉത്തരം അവിടെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫീൽഡ് ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, സംശയമില്ല. കോൺസെൻട്രിക് സർക്കിൾസ്, ഇവിടെയും കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, ഇനി ഡയറക്ഷൻ പോകണം അല്ലെ? ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടാൻ പാടില്ല. കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, അപ്പോ ഡയറക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് റൂൾ ഉപയോഗിക്കാം. ബി എന്ന പോയിന്റിൽ എങ്ങനെയാണ്? കറന്റ് മുകളിലോട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അതാ ഇങ്ങനെയാണ്. അതാ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് ഇത് എങ്ങനെ വരാണ്? ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഇനി ഇവിടെ ആണെങ്കിലോ കറന്റ് താഴോട്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കണം. അപ്പോ ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. ഇൻസൈഡ് ടു ഔട്ട്സൈഡ്,
inside to outside, that towards outward, okay, that inside to outside, inside to outside, inside to outside. ഫീൽഡിന്റെ ഡയറക്ഷൻ മാറി അല്ലേ? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് വെസ്റ്റ് വെച്ചിട്ട് എങ്ങനെ പറയാം? ഐ മീൻ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പൊ എങ്ങോട്ടാ? ഇതാ ഇൻസൈഡ്, അത് വെസ്റ്റ് ആണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് അല്ലെ? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഫീൽഡ് ലൈൻസ് ആർ directed from what? Inside to outside. Okay, ini allengilo west to east, okay. അപ്പോൾ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. നമുക്ക് ഇനി നമ്മുടെ സ്ട്രെയിറ്റ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ. കറന്റ് ഈസ് പാസ്ഡ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ത്രൂ എ കണ്ടക്ടർ പ്ലേസ്ഡ് ബിലോ എ ഫ്രീലി പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ. ഇതുപോലുള്ളൊരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം നോക്കിയേ, ഫ്രീലി പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ. ഫ്രീലി പൈവോട്ടഡ് നീഡിൽ എപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്ന, ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് നീഡിൽ എല്ലായ്പ്പോഴും സൗത്ത് നോർത്ത് ആയിട്ടാണ് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ആയിട്ടാണ് നിൽക്കുക. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അല്ലെ? ഫ്രീലി പൈവോട്ടഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ, ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്. നോർത്ത് സൗത്ത് ആയിട്ടാണ് നിൽക്കുക, അല്ലാതെ ഒരിക്കലും അത് തിരിയത്തില്ല. ഓക്കെ, അതിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴാണ് അതിന് റിഫ്ലക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അതിനടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴാണ് അത് തിരിയുക അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു ഫ്രീലി പൈവോട്ടഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് നീഡിലാണ്. ഓക്കെ, it is a freely pivoted magnetic needle. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണുള്ളത്? അത് നോർത്ത് സൗത്ത് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എപ്പോഴാണ് ഇത് റിഫ്ലക്ട് ചെയ്യുക? ഇതിന്റെ അടുത്തോട്ട് ഒരു വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴാണ് അത് റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് താഴെ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, നോർത്ത് സൗത്ത്. ഓക്കെ, എപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് നിൽക്കുക. ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോഴാണ് ഇതിങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫ്ലക്ട് ചെയ്യുക. അപ്പം അതിന് താഴെ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഇങ്ങനെ. മുമ്പ് നമ്മൾ കേസ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാം. മുമ്പത്തെ ഒരു കേസ് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടായത്. ഇത് സൗത്ത്, ഇത് നോർത്ത്. സൗത്ത് നിന്ന് നോർത്തിലോട്ട് ഇതിന് താഴെ കൂടിയിട്ടൊരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പോയാൽ ഇത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? ഇങ്ങോട്ടാണ്. നമ്മളിത് ചർച്ച ചെയ്തതാണ്. അത് താഴെ വെച്ചാൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ഓക്കെ, കണ്ടക്ടർ എങ്ങനെ പ്ലേസ് ചെയ്തത്? ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പൊ കറണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട്. അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് കറണ്ട് പോയാൽ ഷുവറാണ് അതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിലാണ് നീഡിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫീൽഡിന്റെ ഡയറക്ഷനിൽ നീഡിലിന്റെ സൗത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യും. മറന്നുകൂടാ, ഫീൽഡിന്റെ ഡയറക്ഷനിലാണ്, അതായത് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിലാണ് നീഡിലിന്റെ നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഇത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടു വിച്ച് ഡയറക്ഷൻ വിൽ ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ടേൺ? അതിനെന്തറിയണം? ഇതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ അറിയണം. ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിലാണ് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുക. അതിന് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ അറിയണം. അതെങ്ങോട്ടാണ്? അത് കണ്ടുപിടിച്ചാൽ ഉത്തരമായി. പറയട്ടെ, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് ചിത്രം വരച്ച് പറയാം. നമ്മുടെ കണ്ടക്ടർ ഉള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞത്? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട്. നമ്മുടെ മുമ്പത്തെ കേസിൽ കണ്ടക്ടർ ഇങ്ങനെയാണ് ഉണ്ടായത്, സൗത്ത് നോർത്ത് ആയിട്ടാണ് കണ്ടക്ടർ വെച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിലെ കൂടി കറണ്ട് എടുക്കുന്നു.
കുഞ്ഞുമക്കളെ അതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലടാ. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ സംശയമില്ല അതിന് ചുറ്റുമുണ്ടാകുന്ന ഫീൽഡ് ലൈന് ഉറപ്പായിട്ടും എങ്ങനെയുള്ളതാണ്? ആ ഫീൽഡ് ലൈൻസ് എങ്ങനെയുള്ളതാണ്? സർക്കുലാറാണ്. അങ്ങനെയുള്ള ഒരുപാട് സർക്കുലാർ ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റുമുണ്ടാകും. ഞാൻ അതിൽ ഒന്ന് മാത്രം വരക്കുന്നു. ഇതിലെ കൂടി കറണ്ട് പോകുമ്പോഴുണ്ടായ ഫീൽഡ് ലൈൻസിൽ പെട്ട ഒരു ഫീൽഡ് ലൈനാണ് മാഷ് ഇവിടെ വരച്ചിട്ടുള്ളത്. കണക്കിന് ഫീൽഡ് ലൈൻസ് കോൺസെൻട്രിക് സർക്കിൾസ് ഒരുപാടുണ്ടാകും. അതിൽ ഒന്നാണ് ഞാനിപ്പോൾ വരച്ചത്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ആ പോയിന്റ് ആദ്യം ഓർമ്മിച്ച് വെക്കുക. നോർത്ത് പോൾ ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടു വിച്ച് ഡയറക്ഷൻ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ടേൺ? നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ടേൺ. നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ടേൺ in the direction of a field line. ഓക്കെ, ഇന്ന് നോക്കോ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ നോക്കോ. അതെങ്ങനെ കണ്ടുപിടിക്കും ഫീൽഡിന്റെ ലൈനിന്റെ ഡയറക്ഷൻ? അതിനല്ലേ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. എങ്ങോട്ടാണ് ഇപ്പൊ കറണ്ട് ഒഴുകുന്നത്? ഈസ്റ്റിന്ന് വെസ്റ്റിലോട്ട്. ഓക്കെ, ഈസ്റ്റിന്ന് വെസ്റ്റിലോട്ട്. അപ്പൊ കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കറണ്ട് ഇതിങ്ങനെ പിടിക്കണം അല്ലെ. തമ്പ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യണം. എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പോൾ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ്? മുകൾ ഭാഗത്ത് ഇങ്ങനെയല്ലേ? ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? സൗത്ത്. അവിടെ ആരാ? നോർത്ത്. സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ്. അപ്പൊ ഞാൻ ഡയറക്ഷൻ കാണിച്ചാൽ മുകൾ ഭാഗത്ത് അത് സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ് ഫീൽഡ് ലൈൻസ്. സ്വാഭാവികമായിട്ടും താഴെ നോർത്ത് നിന്ന് സൗത്തിലോട്ട്. നീഡിലുള്ളത് മുകളിലല്ലേ. അപ്പൊ മുകൾ ഭാഗത്ത് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ്. ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിലാണ് നോർത്ത് ഡിഫ്ലക്ട് ചെയ്യുക അല്ലെ. ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ നോർത്തിലോട്ടല്ലേ അല്ലേ. നീഡിലിന്റെ നോർത്തോ? അത് നോർത്തിലോട്ട് തന്നെ ഉള്ളത്. ഇത് രണ്ടും നോർത്തിലോട്ട് തന്നെ ഉള്ളത്. ഇത് ഈസ്റ്റിലോട്ടാണെങ്കിൽ ഇത് ഈസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യുമായിരുന്നു. ഇത് വെസ്റ്റിലോട്ടാണെങ്കിൽ അത് വെസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഫീൽഡ് ലൈൻ ഓൾറെഡി ഉള്ളത് നോർത്തിലോട്ടാണ്. അതേപോലെ നോർത്ത് പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ ഉള്ളത് അങ്ങോട്ട് തന്നെയാണ്. സോ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മുടെ നീഡിലിന് ഡിഫ്ലക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ എഴുതിക്കോ എന്താണ്? ഹിയർ ഫീൽഡ് ലൈൻസ് are directed from എവിടെ? സൗത്ത് ടു നോർത്ത്. ഓക്കെ, since north pole of magnetic needle, that means magnetic needle and magnetic field lines are in the same direction. There is no deflection of magnetic needle. Deflection ഇല്ല. ക്ലിയർ ആയോ? അസാന്ദർഭികമായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറയട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിലേക്ക് ചെയ്യാം. ഈ നീഡിലുണ്ടല്ലോ, ഈ നീഡിലിന് നമ്മൾ ഇവിടെയാണ് വെച്ചതെങ്കിലോ, അതായത് താഴെയാണ് വെച്ചത്. നമ്മുടെ കണ്ടക്ടറിന്റെ താഴെയാണ് വെച്ചത്. ഇങ്ങനെയാണ് വെച്ചത് വിചാരിക്കാം. ഇതാണ് സപ്പോസ് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമതൊരു ചിത്രം വരക്കണം. ഇതിന് താഴെയായിട്ട്. ഇത് രണ്ടും ഒരുമിച്ച് വരക്കരുത്. ഇതിന്റെ മുകളിൽ ഇതായിട്ടുള്ളതാണ് ഈ ആൻസർ. ഓക്കെ, ഇതിന്റെ താഴെയാണ് ഇതെങ്കിൽ എന്ത് സംഭവിക്കും?
അതായത് പിന്നെ ഇപ്പോഴുള്ളത് ഇങ്ങനെയാണ്. കണ്ടക്ടർ നീഡിൽ ഇങ്ങനെ, കണ്ടക്ടർ ഇങ്ങനെ. ഇനി ഇങ്ങനെയാണെങ്കിലോ താഴെ വെച്ച്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ താഴെ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ സൗത്തിലോട്ടാണ്, ഇങ്ങോട്ടാണ് കണ്ടത്. ആ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ സൗത്തിലോട്ടാണ്. അപ്പൊ നമ്മുടെ നീഡിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറ. നീഡിലിന്റെ ഈ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിലോട്ടാണ്. ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ്. ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതിന്റെ സൗത്ത് എന്താകും? നേരെ തിരിങ്ങനെ വരണം. ഓക്കെ, കാരണം ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് നീഡിലിന്റെ സൗത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യണം. ഓക്കെ, ആൻസർ ക്ലിയർ ആണോ? സംശയമില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അങ്ങ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കാം. ഇതാണെടാ മക്കളുടെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഫിഗറിൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ AB എന്ന് പറയുന്ന ഒരു കോപ്പർ വയർ ഒരു മേശയുടെ പുറത്തുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കോപ്പർ വയർ, ഈ രീതിയിലുള്ള ഒരു കോപ്പർ വയർ ഒരു സർഫസിൽ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മേശയുടെ സർഫസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറന്റ് എയിൽ നിന്ന് ബിയിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, എങ്കിൽ വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എപ്പോഴും ഓർക്കണം, നമ്മൾ ഒന്നാമത്തെ പാഠത്തിലും 9ാം ക്ലാസ്സിലും പഠിച്ചതാണ്, ഇലക്ട്രോൺ ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കറന്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രോൺസ് ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കറന്റിൻ്റെ ഡയറക്ഷൻ. അപ്പം നമ്മൾ പണ്ട് ആ ഒന്നാമത്തെ പാഠത്തിൽ സാധാരണ ഒരു സെല്ല് സർക്യൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെ നെഗറ്റീവ് ഇതാണ്, പോസിറ്റീവ് ഇതാണ്. സെല്ലിൻ്റെ നെഗറ്റീവിൽ ഇഷ്ടമാതിരി നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതാണ് ഇലക്ട്രോണുകൾ. ഒരുപാട് ഇലക്ട്രോണുകൾ ഉള്ളതാണ് നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഈ ഒരുപാട് ഇലക്ട്രോണുകളുള്ള നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഇങ്ങനെ ഒഴുകും. ഓക്കെ, ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഇങ്ങനെ ഒഴുകും. പക്ഷേ കറന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് എടുക്കല്, അല്ലെ? ഇലക്ട്രോൺസ് ഒഴുകുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്, കറന്റിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഓക്കെ അല്ലെ, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കറന്റ് ഒഴുകുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണ്. കറന്റ് ഫ്ലോസ് ഫ്രം എ ടു ബി. എങ്കിൽ എന്താണ് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ? കറന്റ് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ, ഒന്നാമത്തെ എ ക്വസ്റ്റ്യന്റെ ആൻസർ, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ബി ടു എ, അല്ലെ? ബി ടു എ. ഓക്കെ, ഇലക്ട്രോൺസ് ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് കറന്റിന്റെ ഡയറക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ ഉത്തരം പെട്ടെന്നായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ കോയിലിനുള്ളിൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി കോയിൽ? ആ കോയിലിനുള്ളിൽ ഇതാ ഈ ഭാഗത്ത് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമുക്ക് പറഞ്ഞാലോ, ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ തമ്പ് റൂൾ. അപ്പൊ കറന്റ് ഒഴുകുന്നത് അവിടെ എങ്ങോട്ടാ? എ ടു ബി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് പിടിക്കേണ്ടത്? കറന്റിന്റെ ഡയറക്ഷനിൽ കണ്ടക്ടറിൽ ഇങ്ങനെ പിടിച്ചാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാ? ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇതാ ഇങ്ങനെയല്ലേ? ബാക്കിയുള്ള ഫിംഗേഴ്സ് ഈ കണ്ടക്ടറിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് മുകളിൽ നിന്ന് ഉള്ളിലോട്ട്, ടോപ്പ് ടു ബോട്ടം, മേശയുടെ ടോപ്പ് ടു ബോട്ടം. ഓക്കെ, അപ്പൊ എന്താണ് ബിയുടെ ആൻസർ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ഇനി പുതിയൊരു ടൈപ്പിലുള്ള കണ്ടക്ടറുമായിട്ട് അടുത്ത ക്ലാസ്.